Hi all, this is Sanoop here. Free ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? പല ആളുകളും ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളൊരു കാര്യം. പല ആളുകളും ആലോചിക്കണം, ഫ്രീ ആയിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും, ആ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ മതി, നമുക്ക് ആ കമ്പനി ഒരു പേർക്കായിട്ട് നമുക്ക് ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് തരും, നമ്മൾ അതിൻ്റെ പ്രീമിയം ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യം. അത് കോർപ്പറേറ്റ് കവറാണ്. നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം ആ കമ്പനി നമുക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ്. എന്ന് ആ കമ്പനിയിൽ റെസിഗ്നേഷൻ ഇട്ട് അന്ന് തൊട്ട് ഇൻഷുറൻസ് സീസ് ആവും. എന്നാൽ ഫ്രീ ആയിട്ട് നമ്മളെല്ലാവരും എടുക്കുന്ന റീറ്റെയിൽ ഇൻഷുറൻസ് കിട്ടാൻ വകുപ്പുണ്ടോ? ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ചെറിയൊരു മെത്തേഡിലൂടെ നമുക്ക് ഏത് ഇൻഷുറൻസ് ആയിക്കോട്ടെ നമുക്ക് അത് ഫ്രീ ആക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പല ക്ലയൻസിനെ കൊണ്ട് ഈ രീതി ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ കീപ് വാച്ചിങ്. സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് പ്രീമിയം പറയുമ്പോൾ പല ആളുകൾക്കും ആ പ്രീമിയം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നാം. സത്യമാണ്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഇൻകം ഉള്ള ആളുകൾ, ഒരു 4 lakhs 5 lakhs പെർ ഇയർ മിഡിൽ ക്ലാസ് സാലറി കിട്ടുന്ന ആളുകൾക്ക് ഏകദേശം ഒരു മാസത്തെ സാലറി ഈ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കമ്പനീസും EMI സൗകര്യം കൊടുത്തിട്ടുണ്ട്. 3 മാസം കൂടുമ്പോഴും ഹാഫ് ഇയർലി ആയിട്ടൊക്കെ ആ പ്രീമിയം പേ ചെയ്യുന്ന രീതി. എന്നാൽ ഈ EMI ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും മറന്നുപോയി അല്ലെങ്കിൽ ബാങ്ക്സ് ആയിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എററൊക്കെ വന്നു കഴിഞ്ഞ് EMI പോയില്ലെങ്കിൽ ആ ഇൻഷുറൻസ് പോളിസി ക്യാൻസലായി പോകും. പിന്നെ നമ്മൾ പുതിയതായിട്ട് എടുക്കേണ്ടി വരും. അത് മാത്രമല്ല, ക്യാഷ്ലെസ് ക്ലെയിംസിന് പോയി കഴിയുമ്പോൾ ഫുൾ ബില്ല് സെറ്റിൽ ചെയ്യാതെ ഈ EMI പോളിസീസ് കമ്പനീസ് സെറ്റിൽ ചെയ്യില്ല. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യം, ഈ പ്രീമിയം ഭയങ്കര വലിയ എമൗണ്ടാണ്. ഇനിയും ഈ പ്രീമിയം കൂടും. കഴിഞ്ഞ മാർച്ച് 2020 കോവിഡ് വന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എല്ലാ കമ്പനീസും കൂടി ഒരുമിച്ച് പ്രീമിയം കൂട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 മാസം തൊട്ട് ഈ ഡിസംബർ മാസം വരെ എല്ലാ കമ്പനികളും വീണ്ടും ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കൂട്ടിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ കൂടും. അതേപോലെ തന്നെ ഈ കമ്പനീസ് ഹെൽത്ത് ഇൻഷുറൻസിന് പ്രീമിയം കൂട്ടും. അപ്പോൾ നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് എല്ലാ കൊല്ലവും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നത്. ഇത് ഫ്രീ ആക്കാനായിട്ടൊരു വകുപ്പുണ്ട്. വളരെ സിമ്പിളാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഫ്രീ ആണ്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് മൊത്തം ഒരു കൊല്ലം അടയ്ക്കുന്ന പ്രീമിയം എത്രയാണ് എന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന് അടയ്ക്കുന്നത് ഫുൾ ഫാമിലിക്ക് ഒരു 25,000 റുപ്പീസാണ്. ടേം ഇൻഷുറൻസിനും ബാക്കിയെല്ലാം കൂടി അടയ്ക്കുന്നത് 25,000 റുപ്പീസാണ് കൂട്ടാം. ഒരു കൊല്ലം 50,000 രൂപ. ഓക്കെ, ഈ എമൗണ്ടാണ് നമ്മൾ ഫ്രീ ആക്കാൻ നോക്കുന്നത്. വളരെ സിമ്പിളാണ്. ഈ 50,000 റുപ്പീസിൻ്റെ 1/10 പോർഷൻ എടുക്കാം. 10ൽ 1, 50,000 രൂപയുടെ 10ൽ 1 എന്ന് പറഞ്ഞാൽ 5,000 രൂപ. ഈ 5,000 രൂപ എല്ലാ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം? മ്യൂച്വൽ ഫണ്ട്സ്. ഏറ്റവും ഈസി ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് SIP ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സിൽ അതിന് 5,000 രൂപ വെച്ചിട്ട് നമ്മൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാം. 12 മാസം കൊണ്ട് 12 × 5 60,000 രൂപയാണ് നമ്മൾ ഒരു കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ പ്രീമിയം അടയ്ക്കുന്ന സമയമാവുമ്പോൾ നമ്മൾ ഈ പ്രീമിയത്തിൻ്റെ എമൗണ്ട് വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ റിഡംഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് 50,000 രൂപ ഞാൻ വിഡ്രോ ചെയ്തു. അതിനുശേഷം ഈ പ്രീമിയം അടയ്ക്കുന്നു. വീണ്ടും ഈ 5,000 രൂപ വെച്ചിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആവശ്യം വരുമ്പോൾ പ്രീമിയം അടയ്ക്കുന്ന സമയമാകുമ്പോൾ ആ എമൗണ്ട് റിഡംഷൻ ചെയ്ത് ഈ SIP കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ കൊല്ലവും ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കുകയും ചെയ്യും. നമ്മൾ അടച്ച എമൗണ്ട് നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ബാക്കിയും ഉണ്ടാവും. അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് നമ്മൾ അടച്ച എമൗണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയി എന്നുള്ളൊരു കാര്യം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹാക്കാണ്. ഒരു അഗ്രിഗേറ്റ് ഒരു 10% അല്ലെങ്കിൽ 9 to 11% റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ മാജിക്ക് പോസിബിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പല ആളുകൾക്കും നമുക്ക് മാസം ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന എമൗണ്ട് പോലും കയ്യിൽ ഉണ്ടാവാറില്ല. അതാദ്യം മാറ്റി വെക്കാം. എപ്പോഴും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യത്തിനുള്ള എമൗണ്ട്, ഒരു കൊല്ലത്തെ ആവശ്യമാണെങ്കിൽ എല്ലാ മാസവും അതിനുള്ള എമൗണ്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഫ്രീ ആവും. അപ്പോൾ അങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ട് നമുക്ക് ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ ടേം ഇൻഷുറൻസോ നമുക്ക്
ഫ്രീ ആക്കാൻ പറ്റുന്നത്. ഇങ്ങനത്തെ സിമ്പിൾ ഹാക്സ് കൂടുതൽ അറിയണമെങ്കിൽ ഫീൽ ഫ്രീ ടു സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു കമൻറ്റ്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.